ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 8 മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലിജോ, വിവരങ്ങൾ. അമൃത, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ നൽകിയ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു റിമാൻഡിന് പിന്നാലെ പത്മകുമാർ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത്. എന്നാൽ ഇന്ന് കോടതിയിൽ ആ ഹർജി പരിഗണിച്ചില്ല. ഒരു പ്രധാന കാരണം, കഴിഞ്ഞ ദിവസം ജഡ്ജ് അവധിയായിരുന്നതുകൊണ്ട് തന്നെ കോടതി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണ് വിജിലൻസിന്റെ മറ്റു ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ കോടതിയിലെത്തിയത്. കേസ് പരിഗണിച്ച സമയത്താണ് 8-ാം തീയതി ഈ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നതിനുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ചയായിരിക്കും പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിലുള്ള വാദം നടക്കുക. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം പത്മകുമാർ പറയുന്ന ഇതാണ്. അതായത് പത്മകുമാറിന്റെ ഹർജിയിലെ വാദങ്ങൾ ഇതൊക്കെയാണ്. താൻ ഒറ്റയ്ക്കല്ല ഒരു തീരുമാനവും ദേവസ്വം ബോർഡിൽ എടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കൂട്ടായ ഉത്തരവാദിത്തമായിരുന്നു അന്ന് ആ സ്വർണം പൊതിയുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഈ പാളികൾ നൽകുക എന്നുള്ളൊരു തീരുമാനമെടുത്തത് കൂട്ടായി എടുത്തതായിരുന്നു. തനിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അന്ന് മറ്റെതിർപ്പുള്ള കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ താൻ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ ജാമ്യ ഹർജിയിൽ തന്നെ പറയുന്നത്. മറ്റൊരു കാര്യം, പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന വാദം. എന്തായാലും 8-ാം തീയതി ഇക്കാര്യത്തിൽ വിശദമായ വാദം കേൾക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമൊക്കെ ആയിരുന്ന വാസുവിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരുന്നു. നാളെയായിരിക്കും കൊല്ലം വിജിലൻസ് കോടതി അക്കാര്യത്തിൽ വിധി പറയുക. അമൃത. ശരി ലിജോ.